مصطفى النور قد من قصى بأسرار أسماء المهيمين من قصى محمد عبد الله ناصر دينه وأنصاره ما لا يعد ولا يحصى فملك طوى أيامه متقللا وللنفع والإرشاد قد أدمن الحرصا فيا ليت شعري هل فوزوا بزورة لداري حبيب الله الأعمل النصا ديار لمن قد بات عرشا لعرشه وافى بخمس لم ترى سرمدا نقصا في رخدي بالربوع ربوعه واسقى بماء الشين تربات من غصا وأخبرهما قد لقيت من اللسى وإن كان لم يحتج إلى ذكره نصا فبحر محيط بالعباد وأمرها فلم يك في تفصيله يطلب الخرصا تفضيل الله صلاة الله ثم سلامه مع الآل والأصحاب من عم أو خصا عليه صلاة الله ثم سلامه صلاة بها من بحره تدرك المصا ذكر المصطفى النور من خصا بأسرار أسماء المهيمين من خصا എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ദിക്റുൽ മുസ്തഫ മുസ്തഫ നബിയെ പറ്റി പറയാൻ കഴിയുന്നു എന്നതാണ്. അല്ലാഹു എനിക്ക് ചെയ്ത അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ റസൂലുള്ളാഹിനെ എനിക്ക് പറയാൻ കഴിയുന്നു എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂലിനെ പറയാൻ കഴിയുന്നു. അത് അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ട നാവിനെ പറയാൻ കഴിയും. സലാത്തെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ അത് തൗഫീഖില്ലാത്തൊരാൾക്ക് സലാത്ത് എന്താണെങ്കിലും സലാത്തല്ലേ ചെല്ലുന്നത്. അവന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം നാശായി പോകുമ്പോൾ ഉദ്ദേശിച്ച ഫലം കൂടൂലെന്ന് എന്നാലും അതിന് തൗഫീഖാണ്. മുഹമ്മദ് എന്ന് പറയുന്നില്ലേ, നാവുമ്മൽ മുഹമ്മദ് എന്ന് കൊണ്ടുവരാൻ കഴിയാൻ ഭാഗ്യമില്ലാത്തവർക്ക് കഴിയില്ല. മുസ്തഫന്റെ അനുഗ്രഹങ്ങളെല്ലാം ഹബീബിനെ പറയാൻ കഴിയുന്നു. എപ്പോഴും റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയാൻ കഴിയില്ല. തൗഫീഖുള്ള നാവിനെ അതിന് കഴിയുള്ളൂ. അള്ളാന്റെ ഹബീബിനെ എന്തിലും അള്ളാന്റെ ഹബീബിലേക്ക് നിർത്തുക. സ്നേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് അത് വരിക. ഒരു നല്ല ഭാര്യയാണെങ്കിൽ ആ ഭാര്യ നല്ല ഭാര്യയാണെങ്കിൽ എന്ത് പറഞ്ഞൊപ്പിച്ചാൽ അവസാനം മാപ്പെണ്ണ പറ്റും പറയും. അവിടെ ആ സെന്റൻസ് പൂർത്തിയാവും. ഇനി ഭർത്താവ് അങ്ങനെ തന്നെയാണ്. നല്ല ഭർത്താവാണെങ്കിൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. കേൾക്കണവർക്കൊരു സുഖമൊന്നും ഉണ്ടാവില്ല. എന്നാലും കേൾക്കണവരുണ്ട് ഓൻ്റെ ഓളെ പറ്റി മതി കേൾക്കാനാവില്ല. ഇത് സത്യത്തിൽ അതൊരു അഴിപ്പാണ്. പക്ഷെ അത് പ്രേമത്തിൻ്റെ അഴിപ്പാണ്. പ്രേമം കൊണ്ട് പല അഴിപ്പുണ്ടാവും. പ്രേമം കൊണ്ട് പല മനുഷ്യനെ അറിയില്ല. പ്രേമം മനുഷ്യനെ അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രേമം കൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യും? അതൊരു വഷളത്തരാന്ന് വരെ അവൻ ചിന്തിക്കൂല. ഓൻ പ്രേമിക്കുന്ന പെണ്ണ് രാവിലെ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ ഓൻ ഇറങ്ങി നടന്നാണ്ട് അങ്ങനെ കോളേജിന്റെ ഓളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും പിന്നെ ഓള് വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഒരു വൺ സൈഡ് പ്രേമമാണെങ്കിലും ഓളെ പ്രേമിക്കുന്നുണ്ടെന്ന് വിവരം പോലും ഓൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇറങ്ങി നടന്ന് ബസ് സ്റ്റാൻഡ് വരെ പോകും. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് അവിടെ നടക്കും. ഇതൊക്കെ മനുഷ്യൻ ദിവസം കാണും. ഇതൊരു വഷളത്തരാണ്. പക്ഷെ ധോന് വഷളത്തരല്ല. എന്തുകൊണ്ട്? അത് പ്രേമത്തിൽ വഷളത്തരല്ല.
അതാണ് വിഷയം. നമുക്ക് ഇതൊരു ഇബാദത്താണ്. എന്നാൽ മുഹബ്ബിന് ഇബാദത്ത്, എന്നൊരു പ്രേമ. നമ്മൾ റസൂലുള്ളാഹിനെ പറയുന്നത് നമുക്ക് കൂലിയിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരാൾ നല്ല വസ്ത്രം വാങ്ങി കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ അടുത്ത് കൂലിയിട്ടല്ലാണെങ്കിൽ അത് കൂലിയൊക്കെ കിട്ടാം, പക്ഷെ അത് ഓളോടുള്ള പ്രേമാവില്ല. തിരിഞ്ഞില്ല. കൂലി കിട്ടല് വേറെയും പ്രേമം വേറെയാ. ഓൾക്ക് നല്ല തുണി കുപ്പായം വാങ്ങി കൊടുക്കുമ്പോ ഓന് കൂലി കിട്ടും, പക്ഷെ കൂലി ഓന്റെ ചിന്തയിലാണ് എങ്കിൽ പ്രേമം ചിന്തയിലുണ്ടാവില്ല. പ്രേമം ചിന്തയിലുണ്ടെങ്കിൽ കൂലി ചിന്തയിലുണ്ടാവില്ല. പ്രേമം കൂടിയാൽ എന്ത് ചെയ്യും? ഓള് പറഞ്ഞു എനിക്ക് ഹാഫ് കൈയുള്ള കുപ്പായം മതി, ബ്ലൗസ് മതി, പൊക്കള് കാണിച്ചിക്കണ കുപ്പായം മതി എന്ന് ഓള് പറഞ്ഞു ഓനോട്. അപ്പൊ ഓനാകട്ടെ അവളോട് ഭയങ്കര പ്രേമമാണ്, ഓൻ അത് വാങ്ങിക്കൊടുക്കും. ഇത് അള്ളാന്റെ അടുക്കൽ കുറ്റല്ലേ? കുറ്റത്തിലൊക്കെ ഇൽത്തിഫാത്ത് ചെയ്യൂല. അത് തെറ്റല്ലേ? തെറ്റിന്റെയും ശരിന്റെയും വർത്താനല്ല ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ പ്രേമത്തിന്റെ വർത്താനം. നീ അത് കട്ട് ചെയ്തിട്ട് നീ വിടണ്ട. ഇത് പ്രേമാണ്. പ്രേമത്തിൽ അങ്ങനെ ഒന്നുമില്ല. പ്രേമം പ്രേമാണ്. അതിന് ന്യായങ്ങളുമില്ല. പ്രേമത്തിന് ന്യായങ്ങളില്ല. വളരെ തലക്കെട്ട് കൊടുക്കണം. അതൊക്കെ അപ്പഴേ മനസ്സിലാവും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനൊക്കെ നമ്മള് സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് കൂലി കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ പ്രേമം അവിടെ ഇല്ല. അതേസമയത്ത് പ്രേമം ഉണ്ടാകുമ്പോൾ കൂലിയില്ല. കൂലി ഉണ്ട് എന്ന് പറയുമ്പോഴാണ്, കൂലി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഓൻ അന്തം വിടുന്നത്. ഒരാൾ ജയിലിലാക്കുമ്പോ ജയിലില് ജോലിയത്തിനൊക്കെ പണി കൊടുക്കും വാർഡൻ, ജയിൽ വാർഡൻ. അങ്ങനെ അവൻ 2 കൊല്ലം ജയിലിൽ കടന്നു. തിരിച്ച് ഓനെ വിടുകയാണ്. വിടുന്ന സമയത്ത് ജയിൽ സൂപ്രണ്ട് ഒരു പൈസ കൈ കൊടുത്തു. അപ്പൊ ഓന് മനസ്സിലാവുന്നില്ല ഇതെന്താണ്. അത് ഇക്കാലം അവരെ പണിയെടുത്ത കൂലിയാണ്. അപ്പോഴാണ് കൂലി ഉണ്ട് എന്ന് അറിയുന്നത്. അതുവരെ ഞാൻ പണിയെടുത്തത് ഡ്യൂട്ടി എന്ന നിലക്കാണ്. ജയിലിൽ പണിയുണ്ട്. ജയിൽ പണി ഉണ്ടായാലും ജയിലിൽ കൂലി കൊടുക്കും ചെയ്യും. പക്ഷെ വളരെ അടിസ്ഥാന കൂലിയാണ്, 4 കൂലി കൊടുക്കും. ഇത് അറിയാത്തൊരു ജയിലാളി, അവൻ അതറിയില്ല. പണി ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്, അതെന്റെ ഡ്യൂട്ടിയാണ് എന്ന നിലക്ക് കൂലിയമ്മ പ്രതീക്ഷയല്ല. നമ്മളെല്ലാത്തിലും കൂലി എണ്ണാണ്. ഇപ്പൊ ഒരു കൂലിക്കാലാണ്. എല്ലാം കൂലി. എല്ലാവരും കൂലി എന്നാ പറയുന്നത്. അതിന് കൂലി കിട്ടൂല, ഇതിന് കൂലി കിട്ടൂല. കൂലി കിട്ടും, അള്ളാനെ കിട്ടൂല. കൂലി കിട്ടും, റസൂലിനെ കിട്ടൂല. കൂലിമ്മ തെരഞ്ഞാൽ അള്ളാനെ റസൂലിനും കിട്ടൂല. അള്ളാനെ റസൂലിനും തെരഞ്ഞാൽ കൂലി കിട്ടുമോ? ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ലക്ഷ്യം അല്ലല്ലേ? മനസ്സിലായില്ല? നല്ലോണം ചിന്തിക്കണം. മനസ്സാണ് പാകപ്പെടുന്നത്. അപ്പൊ ഞാൻ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ദിക്റുൽ മുസ്തഫാനെ പറ്റി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദിക്റുൽ മുസ്തഫ, അള്ളാന്റെ ഹബീബിനെ പറയാൻ കഴിയുക ഒരു ഭാഗ്യാണ്. പ്രേമം ഉണ്ടായാലേ പറയാൻ കഴിയുള്ളൂ. എന്ത് ലൈല, എന്തൊരു ലൈലയാണ്. അവളെപ്പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവളെപ്പോലത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ലൈല സുബ്ഹാനല്ലാഹ് 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 ലൈല സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലൈല എന്ന് പറയുന്നവന് കൂലിയുണ്ടോ? എന്തൊരു കൗമാണ്. ലൈല അറിയുന്ന കൂലിയുണ്ടോ? ലൈല എന്ന് പറഞ്ഞാൽ കൂലിയുണ്ടോ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കൂലിയുണ്ടോ? കൂലിയുണ്ട്, കൂലിയില്ല. അള്ളാഹിനോടുള്ള ഇഷ്ടമാണെങ്കിൽ അതിന് കൂലി അവൻ്റെ ചിന്തയിലില്ല. ജയിൽ സൂപ്രണ്ട് കൊടുക്കുമ്പം അന്തം വിടണമാതിരി ഒക്കെ എനിക്കുള്ള കൂലിയാണ് അറിയുമ്പോൾ അന്തം വിടും. കൂലിയോ? ഞാൻ കൂലിക്കല്ലല്ലോ ചെയ്ത്. നമ്മൾ കൂലിക്കാലത്താണ്. എല്ലാവർക്കും കൂലിയാ വേണ്ടത്. താടി വെച്ച കൂലി, തലയെ കെട്ടിയ കൂലി, ഒക്കെ കൂലിയാണ്. അതിൻ്റെ ഒരു സ്വഭാവം അതിലോട്ട് ഉണ്ടാവില്ല. താടിക്കൊരു സ്വഭാവം ഉണ്ട്. ഇല്ലെങ്കിൽ താടി പഠിക്കാനല്ലേ. ഈ താടി പഠിക്കാൻ കാസിമി പറഞ്ഞുണ്ടാക്കരുത്. താടി വെച്ചിട്ട് താടി മുസ്തഫ നബിക്ക് താടിയില്ലേ? മുസ്തഫ നബിക്ക് മാത്രല്ലേ
എനക്ക് സൽസ്വഭാവമല്ല, ബാപ്പാനെ തച്ചോനാണ്. ബാപ്പാനെ തച്ചോ നീണ്ട താടി വെച്ചിട്ട് വക്കത്തിന് ജമാഅത്തിന് പായണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വ്യക്തിയെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ട്. ആ വ്യക്തിയെ ഞാൻ പച്ചവെള്ളം പോലെ അറിയുകയും ചെയ്യും. ബാപ്പാനെ തച്ചു, സ്വന്തം ബാപ്പാനെ തച്ചു. ബാപ്പാനെ തല്ലുമ്പോഴും 1.5 മീറ്റർ താടിയുണ്ട്. അന്നും ജമാഅത്തിന് പായും താടിയുണ്ട്. അള്ളാഹു അവസ്ഥയത്തോടെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ പറയണത്? റസൂലുള്ളാഹിക്ക് താടിയുണ്ട്, അപ്പൊ താടി വെക്കാത്ത ഒരാളെ കണ്ടവൻ ആക്ഷേപിക്കും. സുന്നത്തെടുത്തൂടെ? ഇത് ഞാൻ പറയില്ല. മുസ്തഫാ നബി ബാങ്ക് കൊടുത്ത പള്ളിയൊക്കെ പോയി, ബാങ്ക് കൊടുത്ത പള്ളിയൊക്കെ പോയി. താടി എന്ന് പറഞ്ഞാൽ ബിടുക്ക് ഇങ്ങനെ ചൂല് പോലെ കിടക്കുക താടി. റസൂലുള്ളാഹിക്ക് താടി അല്ലടാ ആദ്യം ഉണ്ടായത് സൽസ്വഭാവം. എനിക്ക് ഉണ്ടോ? സൽസ്വഭാവം അല്ലാത്തൊരു താടി വെക്കരുത് എന്ന് കാസിമി 10 കൊടുത്തിട്ടുണ്ട് എന്ന് പറയരുത്. പക്ഷെ ഈ കൂലിക്കാരന്, എനിക്ക് കൂലിയാണ് ആവശ്യം. എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. ഇനിയിപ്പം എൻ്റെ അവസ്ഥാനം പറഞ്ഞാൽ ഇവർക്കൊക്കെ കൂലി കിട്ടുമല്ലേന്ന് അള്ളാഹു ആയാലും എനിക്കറിയില്ല. എനിക്ക് പല വിവരമൊപ്പം ഇല്ലാതെ പോയി. ഇപ്പൊ എനിക്ക് അത്തരം വിവരങ്ങളൊന്നുമില്ല. താടി വെച്ചാൽ കൂലി കിട്ടുമെന്ന് ഇപ്പൊ എനിക്കറിയില്ല. അള്ളാഹു ആയാലും ഇപ്പോഴത്തെ കാലത്തെ താടിക്ക് കൂലി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏത് താടി? സുന്നത്തിന്റെ താടി തന്നെ, അതിന് കൂലി കിട്ടുമെന്ന് എനിക്കറിയില്ല. കിതാബിലില്ലേ, കിതാബിലുള്ള മുഴുവനും ഇപ്പൊ നടക്കുമെന്നും എനിക്കറിയില്ല. വളരെ വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. അതായത് കൂലിമ്മലാണ് നമ്മൾ കണക്കാക്കണത്. അത് കൂലിമ കണക്കാക്കണം. അള്ളാന്റെ ഹബീബിനെ ഷുർബ് എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ഹബീബിനെ ഷുർബുമ്പോൾ ആ വ്യക്തിക്ക് കൂലിയെ ഒരു ചിന്തയിലില്ല. പർവാനാക്കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂൽ ബസ്, സിദ്ദീഖ് കെ ലിയ ഖുദാ ഓർ ഖുദാ ഖുദാ ക റസൂൽ ബസ്. സിദ്ദീഖിന് കൂലി ഉണ്ടോ? ഇല്ല. എന്നാ കൂലില്ലേ? ഉണ്ട്. എന്നാ ഉണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കൂലിക്ക് ചെയ്തതല്ല. ആർക്ക് വേണ്ടി ചെയ്തതാണ്? റസൂലിന് വേണ്ടി ചെയ്തതാണ്. നീ കൂലില്ല എന്ന് പറഞ്ഞാലും ചെയ്യും, കൂലില്ല നന്ദി ചെയ്യും, നന്ദി ചെയ്യും. ഞാൻ കൊട്ടാത്തിലെ തെരുവ് എന്ന് നജീബ് മഹ്ഫൂദിനെ, നോബൽ സമ്മാനം കിട്ടിയ നജീബ് മഹ്ഫൂദിനെ ഒരു പുസ്തകമുണ്ട്, മലയാളത്തിലുള്ള പുസ്തകം, ഒരു നോവലാണ്. ആ നോവലിൽ നിന്ന് ഞാൻ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് എവിടെയോ ആ വീട്ടിലെ ഒരു ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ത്വലാഖ് ചൊല്ലി. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്ന നേരം വരെയും എന്റെ അനുഗ്രഹങ്ങളെല്ലാം മുസ്തഫാനെ പറ്റി പറയാൻ കഴിയുക എന്നതാണ്. നൂറായ മുസ്തഫ നബി മൻ ഹുസ, ഒരാളാണ് ഹുസ, പ്രത്യേകമാക്കപ്പെട്ടവരായ പരിശുദ്ധമായ പ്രകാശമായ മുഹമ്മദ് മുസ്തഫാനെ പറയാൻ കഴിഞ്ഞു എന്നതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. നോക്കുന്നു ചൊല്ലി. ഹുസ്സ പ്രത്യേകമാക്കപ്പെട്ട് പുണ്യ റസൂൽ ബി അസ്റാരി അസ്മാഇൽ മുഹൈമിനി, മുഹൈമിനായ റബ്ബന്റെ ഇസ്മുകളുടെ രഹസ്യങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടു. ആ രഹസ്യങ്ങൾ റസൂലുള്ളാഹിക്ക് അറിയും, വേറെ ആർക്കും അറിയില്ല, ജിബ്രീലിന് പോലും അറിയില്ല. മുഹൈമിനായ റബ്ബിന്റെ ഇസ്മിലാണ് എല്ലാ രഹസ്യവും കിടക്കുന്നത്. മുഹൈമിനായ റബ്ബിന്റെ ഒരു പേരാണല്ലോ മുഹൈമിൻ. മുഹൈമിനായ റബ്ബിന്റെ ഇസ്മുകളുടെ രഹസ്യങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ രഹസ്യത്തിലുണ്ട് എല്ലാം, ദീനും ദുനിയാവും ഒക്കെ രഹസ്യത്തിലുണ്ട്, എല്ലാം ഉണ്ട്. അതറിയുന്ന ആള് പറയണം. മനസ്സിലായില്ല? അറിയുന്ന ആള് പറയണം. ആ അറിയുന്ന ആൾക്ക് ഇപ്പൊ ഉഴിച്ചിലേനും കുരുക്കൾക്കും രണ്ടു
ആരാണ് ഈ മുഹൈമിനായ റബ്ബ്? മൻ ഖസ്സ ഖസ്സ മൻ ഖസ്സഹു ഖസ്സ. ആര് പ്രത്യേകമാക്കണോ അവരെ എല്ലാം പ്രത്യേകമാക്കേണ്ട ആളാണ് ഈ മുഹൈമിനായ റബ്ബ്. ആ റബ്ബിന്റെ ഇസ്മുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് മുഹമ്മദ്. പ്രത്യേകമാക്കേണ്ട ആൾ ആരാണ്? അല്ലാഹു ആണ്. ആ റബ്ബ് പ്രത്യേകമാക്കിയ ആളാണ് ആര്? മുഹമ്മദ്. രണ്ടർത്ഥത്തിൽ. ഒന്നുകൂടി നോക്കിക്കളി. നഈമിയ, എന്റെ അനുഗ്രഹങ്ങളെല്ലാം ദിക്റുൽ മുസ്തഫ, മുസ്തഫ നബിയെ പറയാൻ കഴിയലാണ്. അഞ്ഞൂരി പ്രകാശമായ മുഹമ്മദ് മുസ്തഫ. പിന്നെ ആരാണ്? മൻ, നബി ഒരാളാണ്. ഹുസ്സ, നബിയെ പ്രത്യേകമാക്കപ്പെട്ടു. എന്തുകൊണ്ട്? ബി അസ്റാരി അസ്മാഇൽ മുഹൈമിനി, മുഹൈമിനായ റബ്ബിന്റെ ഇസ്മുകളുടെ രഹസ്യങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹ്. ആരാ പ്രത്യേകമാക്കിയത്? മുഹൈമിനായ റബ്ബ്. മൻ ഹസ്സ, മൻ, ആരാണ് ഈ മുഹൈമിൻ? മൻ, ഒരാളാണ്. ഹസ്സ, പ്രത്യേകമാക്കേണ്ടവരെ പ്രത്യേകമാക്കുന്നവൻ ആരാണ്? അല്ലാഹു ആണ്. ആ അല്ലാഹുവിനാൽ പ്രത്യേകമാക്കപ്പെട്ടവനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ഒന്നുകൂടി ഒന്നുകൂടി മനസ്സറിഞ്ഞ് വെറുതെ മാസം കണ്ട മാതിരി ഇരിക്കരുത്, തലേക്ക് കൊടുക്കണം. മുഹമ്മദ് അബ്ദുല്ലാഹി നാസിറുദ്ദീനിഹി വഅൻസാരിഹി മാ ലാ യുഅദ്ദു വലാ യുഹ്സാ എന്ന് മുഹമ്മദ് മുസ്തഫ അബ്ദുള്ള, അള്ളാഹുവിന്റെ പ്രത്യേക ദാസനാണ്. നാസിറുദ്ദീനിഹി, അള്ളാഹുവിന്റെ ദീനിനെ ഏറെ സഹായിച്ച ആളുമാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ദീനിനെയും സഹായിച്ചു. അൻസാരിഹി, ദീനിന്റെ സഹായികളെയും സഹായിച്ചു. ആരൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചോ അവരെ ആരും സഹായിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ റസൂലുള്ളാഹിനെ മറക്കരുത്. നല്ല സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ആർക്കൊരു ഫത്വ കൊണ്ടാണെങ്കിലും ആദ്യം ആർക്ക് കൊടുക്കുക, അതിലൊരാളെയും കൂട്ടും ചെയ്യരുത്. ഇപ്പൊ ഒരാള് എന്നോട് പറഞ്ഞു, ഇത് മൂസാ നബിക്ക് ഒരു 111 ഫാത്തി ഒതുക്കണം, എന്നാ എനിക്ക് സെഹർ ബാത്തിലാവും. ശരിയാണ്, സെഹർ ബാത്തിലാക്കുന്ന നബിയാണ് സയ്യിദുനാ മൂസ. അപ്പൊ അവരെ കൊണ്ട് അവർക്കൊരു ഫാത്തി ഒതുന്നതിൽ അതിന്റെ കാര്യമുണ്ട്. എന്നാലും രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ഇന്റെ രീതി അങ്ങക്ക് പറഞ്ഞു തരുന്നേ. 2 രീതി. ഒന്ന്, ഫാത്തിയ മൂസാ നബിനെ കൂട്ടാതെ ഒറ്റ ഫാത്തിയ ആർക്ക് മാത്രം? സുലാഖ്. പിന്നെയുള്ള 111 ഫാത്തിയയിലും ആരെ കൂട്ടും? സുലാഖ് കൂട്ടാതെ മൂസാ നബിനെ കൂട്ടിയിട്ട് നമുക്ക് വേണ്ട. നമുക്ക് ഒരു മൂസാ നബി വേണ്ട, ഒരു ഈസാ നബി വേണ്ട. ആരില്ലാതെ? റസൂലല്ലാതെ. എന്നാ അവരൊക്കെ വലിയവരല്ലേ, ആയിക്കോട്ടെ, നമുക്കണ്ട. നമുക്ക് റസൂലുള്ളാഹിനെ കൂട്ടാതെ ഒന്നും വേണ്ട. സിദ്ദീഖുൽ അക്ബറിന് ഒരു 1000 ഫാത്തി ഓതിക്കോളോ, ആയിക്കോട്ടെ, എനിക്ക് സിദ്ദീഖുൽ അക്ബർ ആരാ? റസൂലുള്ളാഹിനെ കൂട്ടി ഓതിയാൽ മതി. അതും ആദ്യം ഒരു ഫാത്തി ആരെ കൂട്ടാതെ നേരാണ് വെളുത്ത് ഉളുകൊണ്ട് എടുത്താൽ ഒരു ഫാത്തി ആർക്ക് കൂടുക? റസൂലുള്ളാഹിക്ക്. പിന്നെ എന്ത് കർമ്മത്തിൽ റസൂലുള്ളാഹിക്ക് ഒരു ഫാത്തി ഓടുക? കാരണം നമുക്ക് ആരോടെ ബന്ധമുള്ളൂ. ഇജിപ്പോ ദീനിന്റെ സഹായിയാണെങ്കിൽ എന്നെ സഹായിക്കണ മൂസാ നബി അല്ല. ഈ മൂസാ നബിയെ വരെ സഹായിച്ചത് ആരാണ്? പറേ, മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നോക്ക്. അങ്ങനെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. ഒരു മൊയ്തീൻ ശൈഖിനെ ഇഫാ ശൈഖിനെ ഒന്നും റസൂലുള്ളാഹില്ലാതെ ഫാത്തി ഓതരുത്. ഞാൻ ഓതൂല്ല. തിജാനി തങ്ങൾക്ക് ഒരു ഫാത്തി ഓതണം. ഒരാൻ്റെ ശൈഖ് റസൂലുള്ളാഹി കൂടും, ഇനി റസൂലുള്ളാഹിനെ കൂട്ടി ഓതും. ഇല്ലാതെ വേണ്ട. റസൂലുള്ളാഹില്ലാത്തൊരു തിജാനി എനിക്ക് വേണ്ട. റസൂലുള്ളാഹില്ലാത്തൊരു അബ്ദുൽ ഖാദർ എനിക്ക് വേണ്ട. റസൂലുള്ളാഹി ഇല്ലാത്ത ഒരു ആദം നബി എനിക്ക് വേണ്ട. എനിക്ക് റസൂലുള്ളാഹിയാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അതൊരു രീതിയാണ്. അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. എപ്പോഴും എന്തും ജിബ്രീലിനൊരു ഫാത്തി ഓതിക്കണം. റസൂലുള്ളാഹി കൂട്ടിയിട്ട് ഓതിയാൽ മതി. അതിന് കിട്ടിയാലും മതി. റസൂലുള്ളാഹില്ലാത്തൊരു ജിബ്രീൽ നമുക്ക് വേണ്ട. നമുക്ക് ആര് ജിബ്രീൽ? നമ്മളെ ജിബ്രീലിനെ പരിചയപ്പെടുത്തി തന്ന ആരാ? പറയാം, ആരാണ്? റസൂലല്ലേ. പിന്നെ അമ്പർത്ത് തങ്ങൾക്ക് ഒരു ആദ്യം 1000 ഫാത്തി ആയിക്കോട്ടെ, റസൂലുള്ളാഹി ഉണ്ടായിട്ട് മതി. റസൂലില്ലാത്ത അമ്പർത്തെ നമുക്ക് വേണ്ട. അതന്നെ കാര്യം. റസൂലുള്ളാഹിനെ തഫ്ളീൽ ചെയ്യാത്ത ഒരു സംഗതിയും ഉണ്ടാകരുത്, ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇവിടെ നമ്മൾ വെള്ളിയാഴ്ച ക്ലാസ്സുകൾ കണ്ടിട്ടില്ലേ? ഓരോ ഫാത്തിയയിലും ആരെ കൂട്ടും? പറയാം, ആരെ കൂട്ടും? റസൂലുള്ളാഹിനെ കൂട്ടും. ഇല്ലെങ്കിൽ വേണ്ട. റസൂലുള്ളാഹി കിട്ടിയാൽ മതി നമുക്ക്.
നമ്മക്കൊരാളേ ഉള്ളൂ, അതാരാ? ഇവരൊക്കെ കൈയൊഴിഞ്ഞാലും ആര് കൈയൊഴിയൂല? ആര്? എല്ലാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി എന്ന് പറയുന്ന ഒരാൾ ഈ മനുഷ്യ ജന്മത്തിലുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ മാത്രമാണെന്ന് പറയടാ. എല്ലാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ആകാശഭൂമിക്കടയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റളാ, അതാരാ? മുഹമ്മദ് മുസ്തഫ മാത്രം. ഇബ്രാഹിം നഫ്സി നഫ്സി, നബിയുൽ മുസ്തഫ ഉമ്മത്തി ഉമ്മത്തി. അങ്ങനത്തെ ഒരു വരി ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെ ഓർമ്മല്ല, ഞാൻ പിന്നെ പറയാം. അങ്ങനത്തെ ഒരു വരിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ എവിടെയോ ഒരു വരിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അടുത്തെവിടെയോ ആണത്, അടുത്തെവിടെയോ ആണ്, എനിക്ക് ഓർമ്മല്ല. فملك طوائي فمحمد عبد الله ناصر دينه وأنصاره ما لا يعد ولا يحصى. എത്രയാണ് അള്ളാന്റെ റസൂൽ ദീനിന്റെ അൻസാറിനെയും സഹായിച്ചത്? മാലാ യുഅദ്ദു, എണ്ണപ്പെടാൻ കഴിയാത്തത്ര, വലാ യുഹ്സ, ക്ലിപ്തപ്പെടുത്തപ്പെടാൻ കഴിയാത്തത്ര. അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാന്റെ ദീനിന്റെ സഹായികളെയും റസൂൽ എത്ര സഹായിച്ചിട്ടുണ്ട്? മാലാ യുഅദ്ദു വലാ യുഹ്സ. മാലാ യുഅദ്ദു, എണ്ണപ്പെടാൻ കഴിയാത്തത്ര സഹായിച്ചു. വലാ യുഹ്സ, ക്ലിപ്തപ്പെടുത്തപ്പെടാൻ കഴിയാത്തത്ര സഹായിച്ചു. അതായത് അള്ളാന്റെ റസൂല് അള്ളാന്റെ ദീനിനെ സഹായിച്ചതിനെ ക്ലിപ്തപ്പെടുത്താൻ അള്ളാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. അതാണ് അതിന്റെ അർത്ഥം. അതിപ്പോ 23 കൊല്ലല്ലേ, 23 കൊല്ലല്ല, 250-30 കൊല്ലമല്ല, 2300 കൊല്ലമല്ല. ഈ ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദീനിനെ സഹായിച്ചാൽ മുഹമ്മദ് മുസ്തഫ. അത് പഠിക്കണം. ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട്, താരീഖിൽ നിന്ന് നബിയെ പഠിക്കരുത്. താരീഖിൽ നിന്ന് നബിയുടെ താരീഖെ പഠിക്കാൻ പാടുള്ളൂ. വഹാബികൾക്ക് സംഭവിച്ചത് അവര് നബിയെ താരീഖിൽ നിന്ന് പഠിച്ചതാണ്. ഈ അടുത്ത കാലം വരെ സുന്നികൾ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ സുന്നികളും അങ്ങനെയാണ്. താരീഖിൽ നിന്ന് നബിയെ പഠിക്കരുത്. താരീഖിന്റെ അപ്പുറത്തും നബിയുണ്ട്, താരീഖിന്റെ ഇപ്പുറത്തും നബിയുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്കൊണ്ട് മനസ്സിലാവില്ല. മുത്തശാബിഹാത്തായ ആയത്തിൽപ്പെട്ട ആയത്താണ് ഏത്? ഹദീദിന്റെ 3-ാമത്തെ ആയത്ത്. ഒരു വഹാബി മനസ്സിലാവും. ഇപ്പൊ വഹാബികൾ നബിയെ താരീഖിന് മനസ്സിലാക്കി, സുന്നികൾ ഇപ്പൊ താരീഖിനെ നബിയെ മനസ്സിലാക്കണ്. നബിയുടെ താരീഖിനെ പഠിക്കലാണ്. ആരെ പഠിക്കലല്ല? പറയട, എന്ത് രാവിലെ വന്നിരിക്കണ്? നബിയുടെ താരീഖ് പഠിക്കൽ എന്ത് പഠിക്കലാണ്? താരീഖ് പഠിക്കലാണ്. ആരെ പഠിക്കലല്ല? നബിയെ പഠിക്കലല്ല. നബി എന്നാൽ ആരാ? أنت لرسلي ختام أنت للمولى شكور يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم في معانيك അങ്ങയുടെ പൊരുളുകളിൽ സൃഷ്ടിജാലങ്ങളെല്ലാം അല്ലെങ്കിൽ മനുഷ്യകുലം ഒന്നടങ്കം പരിഭ്രാന്തിയെ വെളിവാക്കിയിട്ടുണ്ട്. അതായത് അങ്ങയുടെ പൊരുളുകൾ ഒരു സൃഷ്ടിക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ താരീഖ് നബി മനസ്സിലാക്കണം? നബിയുടെ താരീഖ് പഠിക്കണം. അത് താരീഖ് പഠിക്കലാണ്. ആരെ പഠിക്കലല്ല? നബി പഠിക്കലല്ല. ഒരിക്കലും നബി പഠിക്കലല്ല. താരീഖ് പഠിക്കൽ താരീഖ് പഠിക്കലാണ്, നബി പഠിക്കലില്ല. നബിയെ പഠിക്കാന്നാ മനസ്സിലാവില്ല. നബി അങ്ങനത്തെ ഒരാള്. രഹസ്യ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമുക്ക് ശുക്രായി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എന്തില്, ഞാൻ അത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അവ്വാബി നിസ്കാരത്തിലെ അവസാനത്തെ 2 റക്അത്തിൽ എന്തും കൂടി ഉൾപ്പെടുത്തുക, ശുക്ർ. ജഅൽതനി മിൻ ഉമ്മത്തി മുഹമ്മദ്. ചെയ്ത ആളുകൾ, ഈ 3 ദിവസം ചെയ്ത ആളുകൾക്ക് കൈപൊക്കാം. 2 ദിവസം, 1
2 3 4 5 അൽഹംദുലില്ലാ ദായിമാക്കുക എല്ലാം ദായിമാക്കുക. ആദ്യത്തെ 2 റക്അത്ത് അള്ളാഹു ചെയ്ത അറ്റമില്ലാത്ത നിഅമത്തുകൾക്ക് പകരമായി. 2 ശുക്രൻ ലക യാ റബ്ബി ജഅൽതനി മുസ്ലിമൻ. മൂന്നാമത്തതിൽ ഒക്കെ അവാബി നിസ്കാരം. ഇല്ല, മൂന്നാമത്തെ 2 റക്അത്തിന് അവാബിൻ എന്ന നിയത്തോടുകൂടെ ശുക്രൻ ലക യാ റബ്ബി ജഅൽതനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. പിന്നെ മുഹമ്മദു അബ്ദു അങ്ങനെ ചെല്ലണം. അപ്പൊ നാവിന് രസം കിട്ടും. മുഹമ്മദു അബ്ദുല്ലാഹി നാസിറു ദീനിഹി വഅൻസാരിഹി മാ ലാ യുഅദ്ദു വലാ യുഹ്സാ ഫമൽകുൻ തവാ അയ്യാമഹു മുതഖല്ലിലാ വലിന്നഫഇ വൽഇർശാദി ഖദ് അദ്മനൽ ഹിർസാ. ഫമൽകുൻ, ഇത് രാജാവാണ്. മലിക്കുൻ എന്നതിന്റെ ഒരു പ്രയോഗമാണ് മൽക്കുൻ. ഇതൊരു രാജാവാണ്. എന്നാൽ തൊവാ അയ്യാമോ, തന്റെ ദിനരാത്രങ്ങളെല്ലാം ഈ രാജാവ് കഴിച്ചു കിടത്തി. മുതഖല്ലിലൻ, അല്പം ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലയിൽ. രാജാവാണ്, പക്ഷേ കുറഞ്ഞതോട് തൃപ്തിപ്പെട്ടു രാജാവ്. ഇത് വലിയ രാജാവാ. ഏത് രാജ്? മനുഷ്യ കുലങ്ങളുടെ ഏറ്റവും വലിയ രാജാവാണ്. പക്ഷെ തൊവാ അയ്യാമഹു മുതഖല്ലിലൻ, തൊവാ കഴിച്ചു കിടത്തി, ചുരുട്ടി എന്നൊക്കെ അർത്ഥം. കഴിച്ചു കിടത്തി അയ്യാമഹു, ഈ രാജാവിന്റെ ദിനരാത്രങ്ങളെ കഴിച്ചു കിടത്തി. മുതഖല്ലിലൻ, ഖലീൽ കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലയിൽ. فملكن طوايامه متقللا وللنفع والإرشاد قد أدمن الحرصاء. وللنفع, ഉപകാരത്തിന് വേണ്ടിയും കഴിച്ചു നിർത്തി. എന്ന് 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 വലിന്നഫഇ, ഉപകാരത്തിന് വേണ്ടിയും കഴിച്ചു നിർത്തി. വൽഇർശാദ്, ഇർശാദ്, നേർമാർഗത്തിലേക്ക്, ജനതയെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയും കഴിച്ചേർത്തി. അത് അദ്മനൽ ഹിർസ, ജനങ്ങൾ നന്നായി തീരാനുള്ള താല്പര്യത്തിൽ അവിടുന്ന് പൂണ്ടു പിടിക്കുകയും ചെയ്തു. ഇദ്മാൻ എന്ന് പറഞ്ഞാൽ ലക്ക് കിടുക എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ല ഭാഷയുടെ അർത്ഥമല്ല. അവിടെ പൂണ്ടു പിടിച്ചു, അത്യാഗ്രഹത്തിൽ പൂണ്ടു പിടിച്ചു. ജനങ്ങൾക്ക് ഉപകാരവും നിർമാണവും കിട്ടാൻ വേണ്ടി അത്യാഗ്രഹത്തിൽ പൂണ്ടുപിടിച്ചു. കൂലിക്കേടല്ല, ജനങ്ങൾ നന്നായി കിട്ടണം എന്നുള്ള കൊതി. ജനങ്ങൾ നന്നാകാതായപ്പോ കരഞ്ഞു. എന്നാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നേർമാർഗത്തിലാക്കുന്നത് നിങ്ങളല്ല, അത് ഞാനാണ്. എന്നിട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പണിയെടുത്തു. ജോലി നേർമാർഗത്തിലായാൽ എന്ത്, അയച്ചില്ലെങ്കിൽ എന്ത് എന്നല്ല ചിന്തിച്ചത്. അത് അദ്മനൽ ഹിർസ, അത്യാഗ്രഹത്തിൽ പൂണ്ടുപിടിച്ചു. എന്തിനത്യാഗ്രഹം? നഫ്ഉ ഇർശാദ്, ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം, ജനങ്ങൾ നേർമാർഗത്തിലാകണം. ഇതാണ് ദഅവത്തും, ഇതാണ് ദഅവത്ത് തന്നെ വഅള്. അതിനപ്പുറത്തുനിന്ന് പോയാൽ അതിന് വഅളാവൂല. അത് നാവിട്ട് കളകളാന്ന് പറയലോ. മനസ്സിലായില്ല? നല്ലോണം ചിന്തിക്കണം. അതായത് ജനങ്ങളിൽ നിന്നുള്ള എല്ലാ ചീത്തയും കിട്ടി, എന്നിട്ടും കരിഞ്ഞു ഒരു നന്നാകത്തിന്. എന്തുണ്ട്? കുട്ടികളെ അടിച്ചു, കുട്ടിക്ക് മുട്ടായി വാങ്ങി കൊടുത്തു, എന്നിട്ടും കുട്ടി മരുന്ന് കുടിക്കണില്ല. അടിച്ചു, എന്നിട്ട് കുട്ടി മരുന്ന് കുടിക്കണില്ല. കുട്ടിക്ക് ക്യാൻസറാണ്. അപ്പൊ ഉമ്മ കരിയും. തട്ടത്തിന്റെ തലോണ്ട് കണ്ണീരൊപ്പം ഉമ്മ. എന്താ കാരണം? അത്യാഗ്രഹം. ഈ കുട്ടിയുടെ ദീനം മാറാൻ കുട്ടിക്ക് പോലും ഇല്ലാത്ത ആഗ്രഹം. ഒരു ധാരണ. ഇതൊന്നും റസൂലിലേക്ക് ഒരു ഉദാഹരണമല്ല, എന്നാൽ പറയാവുന്നതിൽ പരമാവധി ഒരു ഉദാഹരണം. മനസ്സിലായില്ല? കുട്ടിക്ക് ക്യാൻസറാണ്, അത് ഈ കുട്ടിക്ക് അറിയില്ല, ഉമ്മാക്കറിയും. ക്യാൻസർ എന്താന്ന് വരെ ഈ 1.5 വയസ്സായ കുട്ടിക്ക് മനസ്സിലാവൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയടോ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. മജ്‌ലിസിന്ന് ദുആ ചെയ്യും, അള്ളാഹു ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും, ഉമ്മത്തിന് എല്ലാവരെയും, എല്ലാ ജാതി മതസ്ഥരെയും, ഏത് ജാതി മതത്തിൽപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു ക്യാൻസറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ.
ആർക്കെങ്കിലും അത് വന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഷിഫ നൽകട്ടെ. ആർക്കെങ്കിലും അത് വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഷിഫ നൽകട്ടെ. നാനാജാതി മതസ്ഥരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മാൻ റഹീം. ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടികളെ? അപ്പൊ ഇവിടെ എന്താ? അതായത് കരിയ അത്യാഗ്രഹത്തിൽ പൂണ്ടുപിടിച്ചു റസൂലുള്ളാഹ്. അത്യാഗ്രഹം, ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം, ജനങ്ങൾ നന്നാകണം. എന്നാ ജനങ്ങൾക്ക് ആ ബോധ്യമുണ്ടോ? ഇല്ല. നബി കാര്യം നിങ്ങൾ ഇങ്ങനെ സ്വയം തീരണ്ട നബിയെ, നിങ്ങൾ സ്വയം നശിക്കണ്ട. കാര്യം ജനങ്ങൾ നന്നാകാത്തിന് കാര്യം ആ ജനങ്ങൾ നബിയെ തെറിയാണ്. എന്നിട്ട് അവരെ ഓർത്ത് കാര്യം എന്തുകൊണ്ട്? ഉദാഹരണം പറയാവുന്ന പരമാവധി ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാണ്. എന്ത്? മരുന്ന് കൊടുത്തു ഉമ്മാക്ക്, കുട്ടി മരുന്ന് കുടിക്കൂല. മുട്ടായി വാങ്ങി കൊടുത്തു, മരുന്ന് കുടിക്കൂല. അടിച്ചു ആവട്ടി പടി കൂട്ടിക്കട, കുടിക്കൂല. മനസ്സിലല്ലേ? പിന്നെ ഉമ്മാക്ക് എന്തേ ഉള്ളൂ? അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നെ നേത്രത്തിൽ നിന്ന് തീർന്നു ചുടുകണ്ണി. 4 മാസം വിലർന്നാൾ കുതിച്ചിട്ട് ബലമാകന്ധം വിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ തിരി കത്തിച്ച പോലെ മലർച്ചണ്ടൻ നുടിച്ചാളാതിച്ചെടുത്ത് ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ. മാമ്പഴം എന്നൊക്കെ പറയാം. വൈലോപ്പിള്ളി എന്ന എൻ്റെ ഓർമ്മ. വൈലോപ്പിള്ളിയാണ് മാഷ അല്ലേ? വൈലോപ്പിള്ളി അല്ലേ? വൈലോപ്പിള്ളി. അപ്പൊ അമ്മ കരയാൻ കാരണമുണ്ട്. എൻ്റെ കണ്ണിമാങ്ങ ഒടിച്ച് കണ്ണിമാങ്ങ പൂത്ത് നിന്ന് മാവിന്റെ കൊമ്പ് ഒടിച്ചിട്ട് കുട്ടി വന്നപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ എന്നാണ് അടുത്ത വരി. ആ മാമ്പഴം പെറുക്കാൻ ഞാൻ വരൂല എന്നറിഞ്ഞു. പിന്നെയാണ് എന്ത്? മാങ്ങ പഴുത്ത് വീണത്. അപ്പൊ അമ്മ കരഞ്ഞു. അപ്പൊ ആ കവിതയുടെ അവസാനം വാക്കുകൾ കൂട്ടിച്ചെല്ലാനാവാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇതാണ് ആ വരിയുടെ അവസാനം. വാക്കുകൾ കൂട്ടിച്ചെല്ലാനാവാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ദൈവത്തിന്റെ കയ്യിലുള്ള വിവരമാണ്. അപ്പൊ കുട്ടി 4 മാസം മുമ്പ് പറഞ്ഞു. അപ്പൊ അമ്മ കരഞ്ഞു. അമ്മക്ക് ഖേദം വന്ന കരയും. ഇതൊരു ഉദാഹരണമായി പറഞ്ഞല്ല. എനിക്ക് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത, ഈ കവിതയെ എസ് കെ പൊറ്റക്കാട് എന്താ പറയാ, എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിൽ അനുസ്മരിക്കുന്നുണ്ട്. ഈ സെപ്റ്റംബർ എസ് കെ പൊറ്റക്കാട് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ കേപ്പ് ടൗണിലാണ് എൻ്റെ ഓർമ്മ. ദക്ഷിണാഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ എത്തിയപ്പോൾ കേപ്പ് ടൗണിലെ മലയാളികൾ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു. അപ്പോൾ വൈലോപ്പിള്ളിയുടെ കവിത മാമ്പഴം എന്ന കവിത ഞാൻ ചൊല്ലി. അപ്പോൾ സദസ്സിലുള്ള മലയാളികളെല്ലാം പൊട്ടി കരഞ്ഞു എന്ന് ഒരു ദേശത്തിന്റെ കഥയിൽ എസ് കെ പൊറ്റക്കാട് പറയുന്നുണ്ട്. അത് പറഞ്ഞു കൊണ്ടുവന്ന് എന്തെന്നാൽ ഉമ്മ കരയ. ഉമ്മ ഇവിടെ കരയ. എന്തിന്? കുട്ടി മരുന്ന് കുടിക്കണില്ല. എന്നാലോ എന്തൊക്കെ ചെയ്തു കരയ. ഇതിന്റെ ഒരു സൂപ്പർലെറ്റീവായ അവസ്ഥ. അതായത് ജനങ്ങൾ നന്നാവാത്ത ആയതിന് കരയ. എന്തുകൊണ്ട്? ജനങ്ങൾ നന്നാവണില്ല. നന്നായ ലാഭം അവർക്ക് തന്നെ. നന്നായാൽ ലാഭം അവന്, പേച്ചാൽ നഷ്ടം അവന്. എന്നിട്ടും കരിയാണ് പുണ്യ റസൂല്. ലാഭമില്ല നഷ്ടമില്ല, പിന്നെന്തിനാ കരയാണ്? അതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഇയാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു എന്ത്? ഇതാണ് ദഅവത്ത്. ദഅവത്ത് ലാഭത്തിന് വേണ്ടിയാകരുത്. കല്ലെറിഞ്ഞാലും നന്മ അറിഞ്ഞു കൊടുക്കണം. ജനങ്ങൾ കല്ലെറിയൂല. ആരെ? സുഖിപ്പിക്കുന്ന വരണന്മാരെ ഒരിക്കലും ജനങ്ങൾ കല്ലെറിയില്ല. അവരെ പറ്റി നന്മേ പറയും. അവർ ജനങ്ങളെ സൂചിപ്പിക്കും.
അങ്ങനെ ഒരാളാകരുത്. അങ്ങനെ ആയാൽ ദുനിയാവിൽ വലിയ നേട്ടം ഉണ്ടാവും, പക്ഷെ ആഖിറത്തിൽ നഷ്ടമുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. വഅളന്മാർ രണ്ട് തരം: ജനങ്ങളെ സുഖിപ്പിക്കുന്നവർ, ജനങ്ങളെ സുഖിപ്പിക്കാത്തവർ. കാരണം ഈ വഅളിന്റെ ഹെഡ് ഓഫീസ് മുഹമ്മദ് മുസ്തഫ അല്ലേ, എന്നിട്ട് ചീത്തല്ലേ കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ട്? നന്മക്ക് അങ്ങനെയാണ്, സത്യം അങ്ങനെയാണ്. സത്യം മനുഷ്യന്മാർക്ക് പൊള്ളും. അപ്പൊ ദഅവത്ത് ഇർഷാദ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്, ജനങ്ങൾ നന്നായി തീരാൻ അത്യാഗ്രഹമാണ്. അതാണ് ദഅവത്തിന്റെ ഉള്ള്, അതാണ് യഥാർത്ഥ ദഅവത്ത്. അതാണ് നമ്മൾ ആകേണ്ടത്. മൂല്യന്മാരുട്ടികളോടാണ് ഞാൻ പറയുന്നത്. തലയെ കെട്ടിയിൽ കുറച്ചല്ലെങ്കിലും ആളുകളെങ്കിലും നാളെ വെള്ളം അറിയാലോ എന്നതുകൊണ്ടാണ്. ഇനി വേണ്ടതെന്ന് മാത്രമല്ല കുട്ടികളെ, നിങ്ങളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഭാവിയിൽ അധ്യാപകന്മാരാവും. നിങ്ങൾ അധ്യാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താവണം? ആ കുട്ടി നന്നായി തീരലാവണം, അല്ലാതെ ഒന്നുമല്ല. ആ കുട്ടി നന്നായി തീരലാകണം. ആ കുട്ടി നന്നായി തീരല നമ്മുടെ ലക്ഷ്യമാവും. അപ്പൊ നന്നാവലായിരിക്കും. കുട്ടി എങ്ങനെ നന്നാവും? അതായിരിക്കും രാവും പകലും നമ്മൾ ചിന്തിക്കേണ്ടത്. രാവും പകലും നമ്മൾ ചിന്തിക്കും ആ കുട്ടി നന്നാവണം. അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ അങ്ങനത്തെ ഒരു അധ്യാപകനുണ്ട്. ഒരു അധ്യാപകനെ ബാക്കിയുള്ള അധ്യാപകന്മാർ മുഴുവനും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. എന്നോട് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് പറഞ്ഞതാ. അവരെ കുടുംബം ഇവിടെ വന്നു. എന്തേ? ഒരു അധ്യാപകന്റെ കുടുംബമാണ് ഞങ്ങളുടെ അങ്ങനെ സഹപ്രവർത്തകന്മാരെല്ലാരും കൂടിയിട്ട് ജയിലിലാക്കി. എന്താ കാരണം? ആ സ്കൂളിൽ ഏറ്റവും ആത്മാർത്ഥമുള്ള അധ്യാപകൻ ഇയാളാണ്. അപ്പൊ ഇയാൾ അവിടെ നിന്ന് പോയി കിട്ടണം. മറ്റോർക്ക് ഇയാളെ പറ്റിയുള്ള കുറ്റല്ല ഒന്നുമില്ല. ഇയാൾ 100% നല്ല അധ്യാപകന് കള്ളക്കേസ് കുടുക്കി. എന്തുകൊണ്ട്? അങ്ങനെ ആത്മാർത്ഥമുള്ളവൻ ഇവിടെ വേണ്ട. അങ്ങനെയുണ്ട്. കുറ്റം മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് കണ്ടു കഴിഞ്ഞു നടക്കുകയാണെങ്കിലോ? ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജറാണ് സങ്കല്പിക്കുക. നിങ്ങളൊക്കെ ഇവിടുത്തെ തൊഴിലാളികളാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളെ കൂട്ടത്തിലെ ഒരാള് 4 മണിക്ക് എണീറ്റ് പണി തുടങ്ങി. പണിയോട് പണി. അപ്പൊ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക്, ബാക്കിയുള്ള 99% ആളുകൾക്ക് ഈ വ്യക്തിയോട്, ഇപ്പൊ മൂസക്കുട്ടി 4 മണി 3 മണിക്ക് എണീറ്റ് വെള്ളം അവിടെ നനച്ചിപ്പോട്ടെ നോക്കി ഭയങ്കര. അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും ഇവനോട് ദേഷ്യക്കാരം. അങ്ങനെ ഇവനെ 8-8:30 മണിയാകുമ്പോൾ തളർന്നിട്ട് എവിടെയും കിടന്നുറങ്ങും. ഞാൻ 9 മണിക്കാണ് വരിക, മാനേജറാണല്ലോ. ഞാൻ 9 മണിക്ക് ഇങ്ങനെ വരുമ്പോ എല്ലാവരും പണിയിലാണ്, മൂസക്കുട്ടിനെ കാണാൻ. അപ്പൊ ഒരുത്തനോട് ചോദിച്ചു, മൂസക്കുട്ടിയോടെ ഉറങ്ങാണ്. ഓനല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴാ നേരത്തിന് വന്ന് കഴിഞ്ഞില്ലേ, ഞാൻ ഓനെ പിരിച്ചുവിടും. ഓൻ എന്തുകൊണ്ടപ്പോ ഉറങ്ങി? ഓനെ ആത്മാർത്ഥ. മറ്റൊരിപ്പം എന്താ ഉറങ്ങാത്തത്? മറ്റേതെന്താ ഉറങ്ങാത്തത്? പറയടാ. ആത്മാർത്ഥ ഇല്ലായ്മ. ഒരു നേരത്തിന് പണിയെടുക്കും, മറ്റൊരു നേരം കണക്കൂല. മാനേജ് വരുമ്പോൾ ഉറങ്ങിയിരിക്കും. സത്യല്ലേ? ഇതൊക്കെ 100% സത്യ. ഈ ലോകത്ത് ആത്മാർത്ഥതയുള്ളവൻ കള്ളനാ, പരലോകത്ത് അള്ളാഹിലേക്ക് രക്ഷപ്പെടും. ഇതൊക്കെ സത്യ. ഒരു അധ്യാപകന്റെ ബാധ്യത എന്താ? അവിടുത്തെ കാര്യങ്ങൾ അങ്ങനല്ല. ആ കുട്ടി രക്ഷപ്പെടും, വഴി ആലോചിക്കല. മനസ്സിലാവേണ്ട പറഞ്ഞു. കൂലി കിട്ടാനും ശമ്പളം കിട്ടാനും അപ്ഗ്രേഡ് ചെയ്യപ്പെടാനും ലെക്ചർ പോസ്റ്റിൽ നിന്ന് പ്രൊഫസർ പോസ്റ്റിലേക്കും പിന്നെ വൈസ് പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്കും കയറാൻ നല്ലത് ഡ്യൂട്ടി എടുക്കലാണ്. നേരത്തിന് ഡ്യൂട്ടി എടുക്കുക, എന്നാ അവരിലേക്ക് ഇങ്ങനെ കയറും. അതേ സമയത്ത് അതൊന്നും അല്ല എങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എതിരാവും. അധ്യാപകന്മാരായ ഒരു ആത്മാർത്ഥ അധ്യാപകനും 6 ആത്മാർത്ഥ അല്ലാത്ത അധ്യാപകന്മാരും കൂടി ഒരു വൈക്കൊരു ജീപ്പിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുത്തൻ ആത്മാർത്ഥമുള്ളവനെ കുട്ടി വിളിക്കും. അപ്പൊ എന്ത് ചെയ്യും? പെൺകുട്ടി വിളിച്ചും മറുപടി അറിയും. അപ്പോൾ മറ്റൊരെന്താ പറയാ, സ്കൂൾ വിട്ടിട്ടും കുട്ടികളെ വിടാനായിട്ടില്ല. അപ്പൊ ഇത് നേരെ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞില്ല. മനസ്സിലായില്ല? ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ബയാച്ചുണ്ട്. പെൺകുട്ടികളോട് മുഴുവനും നമ്പർ മൂപ്പറിച്ചാണ്. മനസ്സിലായില്ല? പെൺകുട്ടികളെ നമ്പറൊക്കെ മൂപ്പരിട്ടുണ്ടാകുക. ഇപ്പൊ മൂപ്പര് പെൺകുട്ടികളാളായി. മൂപ്പർക്ക് പെൺകുട്ടിയില്ല ആൺകുട്ടിയില്ല. മൂപ്പര് എന്താ പ്രശ്നം? ആത്മാർത്ഥതയാണ്.
നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ചിന്തിക്കണം. സ്വർഗവും നരകവും തമ്മിൽ ഒരു ഉള്ളിപ്പാടയുടെ വ്യത്യാസം പോലും ഇല്ല. സ്വർഗം തന്നെ നരകം, നരകം തന്നെ സ്വർഗം. സ്വർഗം തന്നെയാണ് നരകം, നരകം തന്നെയാണ് സ്വർഗം. അതിനിടയിൽ ഒരു ഉള്ളിപ്പാടന്റെ അളവ് പോലും വ്യത്യാസം ഉണ്ടാവില്ല. എന്തൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാം, അതൊക്കെ നരകത്തിന് വേണ്ടിയുമാവും. എന്തൊക്കെ നരകത്തിന് വേണ്ടിയോ അതൊരു പക്ഷേ സ്വർഗത്തിലെത്തും, ഇങ്ങോട്ടെത്തും. രാവും പകലും കള്ളു കുടിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മയ്യത്തിനെ പറ്റി ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1 2 വട്ടം ഓർമ്മയില്ല സംഭവം. കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിതാബ് നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടു. ഒരു സംഘം ആലിമീങ്ങൾ യാത്ര പോയി, ഒരു ദ്വീപിലെത്തിപ്പെട്ടു. അപ്പൊ ദ്വീപിൽ അവർ ഒരു വ്യക്തിയെ കണ്ടു, ഒരു കറുകറുത്ത മനുഷ്യൻ. ആ ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ആളോട് ചോദിച്ചു, നമ്മളെ ഇബാദത്തൊക്കെ എങ്ങനെ? വ്യത്യാസത്തൊക്കെ ഓടി നോക്കുമ്പോ ഇബാദത്തൊക്കെ തെറ്റാ. അപ്പൊ ഇവര് നല്ല കോലത്തിൽ ഇബാദത്ത് ചെയ്യേണ്ട മാതിരി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവര് യാത്രയായി. തിരിച്ച് യാത്രയായി കടലിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവരെ കപ്പൽ ആടാനും ഉലയാനും കപ്പൽ മുങ്ങാനും തുടങ്ങി. അപ്പൊ എന്തായിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു പൊട്ടിക്കരഞ്ഞതായിരുന്നു. അപ്പോൾ മറ്റേ ആള് ഈ കരച്ചിലും ബഹളവും നിലവിളിയും കേട്ടിട്ട് അയാൾ കടൽക്കരയിലേക്ക് ഓടി വന്നു. കടൽക്കരയിൽ ഓടി വന്ന അയാള് അള്ളാഹിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു, റബ്ബേ അവരെ കപ്പലിനൊന്നും പറ്റരുതേ. അപ്പോൾ കപ്പൽ പഴയ അവസ്ഥയിലായി. അപ്പൊ അവര് റാഹത്തിലായി. അപ്പൊ അവരവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ച കോലത്തിൽ ഇനി ചെല്ലണ്ട, ഈ പണ്ടത്തെ അവസ്ഥയിൽ തന്നെ ഇല്ലേ മതിയോ. അതായത് ഞങ്ങളുടെ ശരി നിന്റെ തെറ്റും, നിന്റെ തെറ്റ് അള്ളാഹിന്റെ അടുക്കൽ ശരിയാണ്. പല ശരിയും തെറ്റാണ്, പല തെറ്റും ശരിയാണ്. എന്റെ വയന്ന് പറഞ്ഞ ഒരു പിരാന്ത്. ആ പിരാന്ത് ക്ഷമിക്കാൻ കഴിയുന്നവര് മാത്രം കേട്ടാൽ മതി. എല്ലാവരും കേട്ടേണ്ടവല്ല. ആളെത്ര കുറഞ്ഞാലും ഞാനും ഒരാളില്ലാതെ ഈ വയൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 329 ക്ലാസ് കഴിഞ്ഞു. അള്ളാ, അതിൽ കുറെ ക്ലാസ് ആരും ഇല്ലാതെ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യല്ല, ഞാനും ഉണ്ടാവും, മൈക്കക്കാരനും ഉണ്ടാവും. അങ്ങനെ ചെയ്യും. ഓനെ അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങും. ഓൻ പണ്ടേ വയലില്ല, മൈക്കക്കാരൻ ആ ഒറ്റക്കാണ്. അപ്പൊ ഇന്റെ ഒരു പിരാന്താണ്, ഇന്റെ വയൽ പറഞ്ഞ എന്റെ പിരാന്ത്. നിങ്ങൾ സൗകര്യമുള്ളവർ കേട്ടാൽ മതി. പല ശരിയും തെറ്റായിരിക്കും, പല തെറ്റും ശരിയായിരിക്കും. പല നരകവും സ്വർഗമായിരിക്കും, പല സ്വർഗവും നരകമായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ കുറച്ച് ഉണ്ട്. അള്ളാഹു നമ്മൾ തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇത് രാജാവാണ്. തന്റെ ദിനരാത്രങ്ങളെ ആ രാജാവ് അങ്ങനെ കഴിച്ചു കടത്തി, ചുരുട്ടി കഴിച്ചു കടത്തി. മുതഖല്ലിലൻ, ഖലീൽ കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലയിൽ, വേണ്ടിയും വലിയ ഇർഷാദിന് വേണ്ടി, ജനങ്ങളുടെ ഉപകാരത്തിനും ജനങ്ങളുടെ നിർമാർഗത്തിനും വേണ്ടിയാണ് തന്റെ ദിനരാത്രങ്ങൾ ആ മഹാൻ ചെലവഴിച്ചത്. അത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയെങ്കിൽ, ജനങ്ങൾ നിർമാർഗത്തിലായെങ്കിൽ എന്ന അത്യാഗ്രഹത്തിൽ അവിടുന്ന് പൂണ്ടു പിടിക്കുകയും ചെയ്തു. പിന്നെ എന്റെ മഹാത്ഭുതമേ, ഹൽ അഫൂസ് ബി സൗറത്തിൻ, ഒരു സിയാറത്ത് കൊണ്ട് എനിക്ക് വിജയിക്കാനാവുമോ? ഒരു സിയാറത്ത്. എവിടേക്ക് സിയാറത്ത്? ബിദാരി ഹബീബില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക്, ആ മദീനയിലേക്ക്. 8000 ചില്ലാനം കിലോമീറ്റർ ഉണ്ട് കവിയുടെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക്. എനിക്കൊരു സിയാറത്തിന് കഴിയുമോ? ഹൽ അഅമലുൻ നസ്സാ, നസ്സിന് അവിടെ സുറാത്ത് എന്നർത്ഥം. പെട്ടെന്ന് ആ കർമ്മം എനിക്ക് ചെയ്തെടുക്കാനാവുമോ? പെട്ടെന്നൊന്ന് സിയാറത്തിന് പോകാൻ എനിക്കാവുമോ? എൻ്റെ റബ്ബേ, എനിക്കൊന്ന് മദീന സന്ദർശിക്കാനാവുമോ റബ്ബേ? എന്ത് അവിടെ അത്ഭുതമേ, ലൈത്ത ശിഅരി, എന്റെ അറിവായിരുന്നെങ്കിൽ എത്ര നന്നായി. അത്ഭുതമേ, അത്ഭുതമേ എന്ന് ടോട്ടൽ അർത്ഥം അത്ഭുതമേ.
അഫൂസു ഞാൻ വിജയിക്കുമോ ബിസൗറത്തിൽ ഒരു സിയാറത്ത് കൊണ്ട്. എങ്ങോട്ട് സിയാറത്തിൽ ഇല്ലാരി ഹബീബില്ല, ഹബീബുള്ളാന്റെ വീട്ടിലേക്ക്, പുണ്യ റസൂലിന്റെ വീട്ടിലേക്ക്. അല്ല അമലുൻ നസ്സാ, അത് പെട്ടെന്ന് എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുമോ? പെട്ടെന്നൊന്ന് പോകാനാവുമോ? ഒന്ന് ഒരർത്ഥം, ഈ സെക്കൻഡിൽ തന്നെ എനിക്ക് മദീനയിൽ എത്താനാവുമോ എന്നൊക്കെ അർത്ഥമാകാം. ലൈത്ത എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യത്തെ ആഗ്രഹിക്കുമ്പോഴേ ലൈത്ത ഇടൂ എന്ന്. ഏതാണത്? ദിയാറുൽ ലിമൻ ഖദ് ബാത അർശൽ ലിഅർശിഹി വവഫാ ബിഖംസിൻ ഖംസിൻ ലൻ തുറാസർ മദൻ നഖ്സാ. ദിയാറും ചില വീടുകളാണ്. ആ വീടുകൾ മദീനയിലെ വീടുകൾ ചില വീടുകളാണ്. ലിമൻ ഒരാൾക്കുള്ള വീടുകൾ. ഖദ് ബാത മദീനയിലെ വീടുകൾ ചില മദീനയിലെ ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞാൽ വല്ലദീന തബ്ബബ ഉദ്ദാറ വല്ലീമാൻ, ഓരോരുത്തരും അവരുടെ വീട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി? ഇവിടെ വീടുകൾ എന്ന് പറയും. കാരണം ഏത് വീടിനും നബി പാർക്കാൻ വേണ്ടിയാണ് അവരൊരുക്കി വെച്ചത്. അപ്പൊ എല്ലാ വീടും കണക്കാണ്. പിന്നെ അബൂ അയ്യൂബന്റെ വീട്ടിലാണ് താമസിച്ചതേ ഉള്ളൂ. പക്ഷെ എല്ലാ വീടും നബിക്ക് വേണ്ടി അവര് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദിയാറുൻ, അത് വല്ലാത്ത ചില വീടുകളാണ്. ലിമൻ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടാണ്. ബാത്ത, ആ ആൾ രാത്പാർത്തു. അർശല്യ അർശിഹി, അള്ളാഹുവിന്റെ അർശിനും അർശായിട്ട്. അപ്പൊ അള്ളാഹുവിന്റെ അർശിന് ഒരു അർശുണ്ട്, അത് മുഹമ്മദാണ്. അർശിന്റെ അർശ് മുഹമ്മദാണ്. അർശിനൊരു അർശുണ്ട്, അർശിനൊരു മേൽപ്പുരുണ്ട്, അത് മുഹമ്മദാണ്. അർശും ഒരാൾ ആദരിക്കും, അതാരെയാണ്? മുഹമ്മദ് മുസ്തഫ. അർശിനും ആദരിക്കണല്ലോ, അത് മുഹമ്മദ് മുസ്തഫാനെ. ഒരു സൃഷ്ടി അർശ് ആദരിക്കുമെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ. അർശിന് കഴിഞ്ഞല്ലോ ഒരു വരി അങ്ങനെ പറഞ്ഞില്ലേ? എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ലേ? ആ ഉന്നതമായ ആ അർശ് പോലും ആ ചവിട്ടിന് വേണ്ടി, ആ ചവിട്ടടിക്ക് വേണ്ടി ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്തില്ലേ എന്ന്. അർശുൽ മജീദു ലിവത്അത്തിൻ എന്നൊരു വരി കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഒരു വരി അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയാണ്? ഏതാ ഓർമ്മ ഉണ്ടാവും? എവിടെയാണ്? എത്ര? 38 നല്ല കുട്ടി, നല്ല മോന്. അതെ അതെ അതെ. ആ മജീദായ അർശ് വരെ താഴ്ന്നതും തന്നില്ലേ ലിവത്തത്തിൻ, അവിടുത്തെ ചവിട്ടടിക്ക് വേണ്ടി. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മീതെയുള്ള ആകാശമാണ് അങ്ങ്. ഒറ്റ വരി. യാറും ചില വീടുകളാണ് മദീനയിലെ വീടുകൾ. ലിമൻ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീട്. കടുബാത്ത ആ ആൾ രാപ്പാർത്തു. അർശല്യ അർശിഹി, അള്ളാഹുവിന്റെ അർശിന്റെ അർശായിട്ട് രാപ്പാർത്തു. അപ്പൊ അള്ളാഹുവിന്റെ അർശിന്റെ അർശാണ് മുഹമ്മദ് മുസ്തഫ. അർശിനും ഒരു അർശുണ്ട്. ആ 5 വഖത്തിനെ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു. ലൻ തുറാ, കാണപ്പെട്ടിട്ടേ ഇല്ല. ആ 5നെ കാണപ്പെട്ടിട്ടേ ഇല്ല. സെർമദൻ, ഒരു കാലത്തും നഖ്സ, കമ്മിയാക്കിയതായിട്ട്. പുണ്യ റസൂലോ അവിടുത്തെ ഉമ്മത്തോ ആ 5നെ ഒരു കാലത്തും ഒഴിവാക്കിയിട്ടില്ല. ആ 5 പലർക്കും അള്ളാഹു തആല നിസ്കാരം കൊടുത്തു. ആ ജനത ആ നിസ്കാരത്തെ ഒഴിവാക്കി. അള്ളാഹു നിസ്കാരം കൊടുത്ത ജനതയാണ് ആര്? മൂസാ നബി. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا. هذا سورة യൂനുസ്. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ഇൽമിനെ തരട്ടെ. നിസ്കാരം നിലനിർത്താൻ അള്ളാഹു യൂനുസ് നബിയോട് പറഞ്ഞിരുന്നു, മൂസാ നബിയോട് പറഞ്ഞിരുന്നു. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة. പക്ഷേ ആ ജനത നിസ്കാരം നിലനിർത്തിയില്ല. നമ്മൾ നിസ്കാരം നിലനിർത്തി. ഒരു കാലത്തും ഉമ്മത്ത് മുഹമ്മദ് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, ഞാൻ ത്വരീഖത്തിൽ കൂടി
അയാളെ പിൻപറ്റി അയാൾക്ക് നിസ്കാരമില്ല. ഞാനിപ്പോൾ കൊല്ലങ്ങളായി നിസ്കരിക്കാറില്ല. ഞാനൊന്നും പറയാനില്ല. ത്വരീക്കത്ത് കള്ളത്തരാണ്. ഏത് ത്വരീക്കത്ത്? ശരീഅത്തില്ലെങ്കിൽ. ശരീഅത്താണ് അടിസ്ഥാനം. ശരീഅത്തില്ലാത്ത ത്വരീക്കത്ത് അംഗീകരിക്കരുത്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ശരീഅത്ത് അംഗീകരിക്കാനാണ്. ത്വരീക്കത്തിന്റെ മേലെയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ശരീഅത്താണ് അടിസ്ഥാനം. ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. നിസ്കാരം ഒഴിവാക്കിയവന് ദീനില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? വളരെ ഗൗരവമായി ചിന്തിക്കണം. കണ്ടവരെ മുഴുവൻ പിൻപറ്റരുത്. കണ്ട മക്ബറിൽ മുഴുവൻ സിയാർത്ത് ചെയ്യരുത്. ഒരു മക്ബറിൽ ഞാൻ സിയാറത്തിന് പോയി, അവിടെ ഒരാളെ കണ്ടു. അയാൾ എന്നോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു. പിന്നെ അയാൾ എന്നെ ഒപ്പം കൂട്ടി ചായ കുടിച്ചു, കഞ്ഞി കുടിച്ചു. അയാളൊപ്പം കൂടി അയാൾ എനിക്ക് പിന്നെ നിസ്കരിക്കണ്ട, നിസ്കാരത്തിനേക്കാൾ അള്ളാനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊല്ലങ്ങളായി ഞാൻ അള്ളാനെ ഓർക്കലാണ്. എന്ത് ചെയ്യൂല? നിസ്കരിക്കൂല. മനസ്സിലായില്ലേ? അവസാനത്തെ വക്ത് നിസ്കരിച്ച മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. അവസാനത്തെ വക്തം നിസ്കരിച്ച ആളാണ് സിദ്ദീഖുൽ അക്ബർ. അവസാനത്തെ വക്തം നിസ്കരിച്ച ആളാണ് ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലിയുൽ മുർത്തള, മൊയ്തീൻ ഷേഖ്, റിഫായി ഷേഖ്, തിജാനി തങ്ങൾ. മനസ്സിലാണ്ട് പറഞ്ഞത്? ശവ്വാൽ മാസത്തിലാണ് 17 രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞു കിടന്നു, തിജാനി തങ്ങൾ മരിച്ചു. അങ്ങനെ തന്നെയാണ് എല്ലാ ഷേഖന്മാരും എല്ലാ മഹാന്മാരും. നിസ്കാരം ഒരു വഖത്ത് ഒഴിവാക്കിയതില്ല. പിന്നെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ? അവർ മജ്ദൂബീങ്ങളോ അല്ലെങ്കിൽ ഫനായിലോ ആയിരിക്കും. അവർക്ക് ഷുഊർ ഉണ്ടാവില്ല. സിഎമ്മിനെ പോലെ. സിഎം വലിയ മഹാനാണ്, അവർക്ക് ഷുഊറില്ല. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് പറ്റൂല? ഒരു തെളിവായി എടുക്കാൻ പറ്റൂല. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊരു ഷുഊറില്ലാത്ത അവസ്ഥയാണ്. ഒരു വേറൊരു അവസ്ഥയാണ്. ആ അവസ്ഥയെ ആക്ഷേപിക്കാനും പാടില്ല. അള്ളാഹു ഒരു നിറച്ചേറ്റി കൊടുക്കട്ടെ. അതേ സമയത്ത് ദീൻ എന്ന് പറഞ്ഞാൽ ശരിയാത്താണ്. സിഎമ്മിന് ഇഷ്ടപ്പെട്ടോ, പക്ഷെ രീതി ശരിയാ തന്നെ ആയിരിക്കണം. ശരിയാത്തില്ലാത്ത ഒരു ത്വരീക്കത്ത് അംഗീകരിക്കും. ത്വരീക്കത്തല്ല, അത് കള്ളത്തരാണ്. കള്ളത്തരത്തിന് തൊട്ട് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരു റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ അത് ദീനല്ല. ഒരു സുജൂദ്, തിജാനിയത്തിൽ ഒരു ഷർത്തുണ്ട്. 3 തസ്ബീഹ് ചെല്ലാത്ത സുജൂദ് സ്വീകരിക്കൂല എന്നാണ്. 3 തസ്ബീഹിന് നേരം കിട്ടിയില്ലെങ്കിൽ ആ സുജൂദല്ല. മനസ്സിലായില്ല? ബഹുമാനപ്പെട്ട അഹ്മദ് ജാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സുജൂദിലും റുക്കൂഇലും തസ്ബീഹ് എത്ര വേണം? 3 വേണം. ഒരു ലഹള തുമനീനത്ത് മതി ഫിഖ്ഹാണ്. പക്ഷെ സ്വീകരിക്കണമെങ്കിൽ 3 തസ്ബീഹിന്റെ സമയമെങ്കിലും എവിടെ വേണം? സുജൂദിലും റുക്കൂഇലും ഇല്ലെങ്കിൽ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഫിഖ് സഹിഹ് എന്നറിയും, പക്ഷെ അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അപ്പോ സുജൂദ് കടക്കന്നെ 20 റക്അത്ത് തറാവി പറഞ്ഞാൽ ഏത്തം മുക്കണ്ട. അങ്ങനെ അങ്ങോട്ട് ഏത്തം മുക്കിയാൽ പോരാ. സുജൂദിൻ റുക്കൂവിനും അവിടെ അല്ലേ? ചില നാട്ടിൽ നിന്നൊക്കെ ചില വാട്സപ്പ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. എന്ത് 5 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത് തറാവി കഴിഞ്ഞ് ഒക്കെ സുന്നികളെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കണ മാർക്കത്താണ്.